നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കുള്ള വഴിയിൽ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നു. ട്രെയിൻ ഇറങ്ങി പ്രതിദിനം ആയിരക്കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന വഴിയിലാണ് സ്റ്റേഷനിലെ വിശ്രമമുറിയിൽ നിന്നും ഒഴുകി വരുന്ന കക്കൂസ് മാലിന്യം കവിഞ്ഞൊഴുകുന്നത്. ആയിരക്കണക്കിന് യാത്രക്കാർ സഞ്ചരിക്കുന്ന തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കുള്ള വഴിയിൽ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞൊഴുകാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. സ്റ്റേഷനിലെ വിശ്രമമുറിയിൽ നിന്നും ഒഴുകി വരുന്ന കക്കൂസ് മാലിന്യമാണ് കവിഞ്ഞൊഴുകുന്നത്. പ്രദേശം ദുർഗന്ധപൂരിതമായിരിക്കുകയാണ്. ഇതിൽ ചവിട്ടിയാണ് യാത്രക്കാർ കടന്നു പോകുന്നത്. സ്റ്റേഷന്റെ നവീകരണ പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുമ്പ് സെപ്റ്റിക് ടാങ്കിന്റെ വലിപ്പം വർദ്ധിപ്പിച്ചിരുന്നെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കാമായിരുന്നു എന്ന് നാട്ടുകാർ അഭിപ്രായപ്പെടുന്നു. മഴക്കാലം ആരംഭിച്ചതോടെ സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാധ്യത ഏറി വരികയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പെയ്ത മഴയിൽ സ്റ്റേഷനിലേക്കുള്ള വഴിയിൽ വൻതോതിൽ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടിരുന്നു. സെപ്റ്റിക് ടാങ്കിൽ നിന്നുള്ള മലിനജലം ഒഴുകി സമീപത്തെ കുടിവെള്ള സ്രോതസ്സിലേക്ക് പതിക്കുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികളും കച്ചവടക്കാരും. ആളുകൾ നടന്നു പോകുന്ന വഴിയിൽ സെപ്റ്റിക് ടാങ്കിന്റെ മാൻഹോൾ നിർമ്മിച്ചത് അശാസ്ത്രീയമായ രീതിയിലാണെന്ന പരാതിയും ഉയർന്നിട്ടുണ്ട്. ഇതിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. പക്ഷേ നമ്മുടെ മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ടില്ല. നിങ്ങൾ കാണുന്നില്ലേ, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നൊരു വലിയൊരു പ്രശ്നമാണ്. കാരണം പരിവർത്തനമാണ്. കാരണം വേസ്റ്റ് വെള്ളം ഇങ്ങനെ ഒഴുകി പോവാം. ആളുകൾ പോകുന്ന വാങ്ങലുകളാണ് ഒഴുകിയ തന്നെ അതോടൊപ്പം വേണ്ട കാഴ്ച ഒരാൾ എടുത്തിട്ട് അങ്ങ് ആ പറമ്പിലേക്ക് കൊണ്ടുപോയിട്ട് ഒഴിക്കുന്നൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഞാനിവിടെ സ്റ്റേഷൻ മാനേജറുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്, അതുപോലെ ഹെൽത്തിൻ്റെ ആളുകളായിട്ട് ബന്ധപ്പെട്ട് അത് നിർത്തിവെച്ചിട്ടുണ്ട്. കാരണം ആ വെള്ളം ഒഴുകി എത്തുന്നത് റോഡുകളിലേക്കാണ്. അത് വഴി ബാക്കിലുള്ള പ്രകൃതിവശത്തുള്ള വീടുകളിലേക്കും കയറുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഈ വെള്ളം കൊണ്ട് നമുക്ക് ഉണ്ടാവും. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, കഴിഞ്ഞ ആഴ്ച ഒരു വലിയൊരു വെള്ളപ്പൊക്കം ഇവിടെ ഈ റെയിൽവേ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വെള്ളം പോകുന്ന സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ മാലിന്യം പുറത്തെടുക്കുമ്പോൾ അത് എത്രത്തോളം ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എനിക്കിവരോട് പറയാനുള്ള എത്രയും പെട്ടെന്ന് ഇതിനുള്ള ശാശ്വത പരിഹാരങ്ങൾ കണ്ടിട്ടുള്ളത്. കാരണം രോഗം ഇനിയും പകർച്ചവ്യാധികൾ പടരുന്ന ഒരു കാലഘട്ടമാണ് വരുമ്പോൾ മഴയാണ്. മഴയെപ്പറ്റി ഇങ്ങനെ ഒഴുകി കഴിഞ്ഞാൽ ഇതാരും കാണൂല. പക്ഷേ ഇത് ആരോഗ്യ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. സമഗ്ര ന്യൂസ് തലശ്ശേരി.